എല്ലാവർക്കും നമസ്കാരം. ഓം ശരവണ ഭവ. വിബീസ് ലിറ്റിൽ വേൾഡിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വരുന്ന ഓഗസ്റ്റ് 7-ാം തീയതി ആടി കൃത്തികയാണ്. ആടി മാസത്തിൽ വരുന്ന കാർത്തിക നക്ഷത്രം ഭഗവാൻ സുബ്രഹ്മണ്യന് വളരെ വിശേഷപ്പെട്ട വ്രതദിനമാണ്. വൈകാശി വിശാഖത്തിലാണ് ഭഗവാൻ സുബ്രഹ്മണ്യന്റെ ജനനമെങ്കിലും സുബ്രഹ്മണ്യനെ എടുത്തു വളർത്തുന്നത് 6 കാർത്തിക സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ മുരുക ഭക്തർ കാർത്തിക സ്ത്രീകൾക്ക് നന്ദി പറയുന്ന വിധമായി ഓരോ മാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ വ്രതമിരിക്കാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ ഭഗവാൻ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹത്തോടുകൂടി മഹാദേവന്റെ പരിപൂർണമായ ആശീർവാദവും ലഭിക്കുന്നു. എന്നാൽ മാസങ്ങളിൽ വച്ച് വളരെ ദൈവീകവും ശക്തിയുമുള്ള ആടി മാസത്തിലെ കർക്കിടക മാസത്തിലെ കാർത്തിക നക്ഷത്രം വളരെ വിശേഷപ്പെട്ടതാണ്. ഇത് ആടി കാർത്തിക എന്നാണ് അറിയപ്പെടുന്നത്. ഓഗസ്റ്റ് 6-ാം തീയതി വൈകുന്നേരമാണ് കാർത്തിക നക്ഷത്രം തുടങ്ങുന്നതെങ്കിലും ഓഗസ്റ്റ് 7-ാം തീയതി വെള്ളിയാഴ്ചയാണ് കാർത്തിക നക്ഷത്രത്തിന്റെ ദൈർഘ്യം കൂടുതലായി ഉള്ളത്. അതുകൊണ്ട് തന്നെ ആടി കാർത്തിക ഓഗസ്റ്റ് 7-ാം തീയതി വെള്ളിയാഴ്ചയാണ്. ഇനി എങ്ങനെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത്, പൂജ ചെയ്യേണ്ടത് എന്ന് നോക്കാം. കാർത്തിക നക്ഷത്രത്തിന്റെ തലേ ദിവസം ഭരണി നക്ഷത്രത്തിൽ ഒരിക്കലിരിക്കുക. അടുത്ത ദിവസം ഉപവാസമിരുന്ന് ഭഗവാൻ സുബ്രഹ്മണ്യന് വിശേഷ പൂജ ചെയ്യാവുന്നതാണ്. വീട്ടിൽ വേൽ അല്ലെങ്കിൽ ഭഗവാൻ സുബ്രഹ്മണ്യന്റെ വിഗ്രഹമുണ്ടെങ്കിൽ അഭിഷേകം ചെയ്യുക. ഭഗവാൻ സുബ്രഹ്മണ്യന്റെ ഫോട്ടോ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് നൈവേദ്യമായി പഞ്ചാമൃതം, പാൽപ്പഴങ്ങൾ സമർപ്പിക്കുക. വേൽമാറൽ, സ്കന്ദഷഷ്ടി കവചം, തിരുപ്പുകൾ എന്നിവ പാരായണം ചെയ്യുക. അല്ലെങ്കിൽ ഓം ശരവണ ഭവ എന്ന് 108 തവണ പ്രാർത്ഥനയോടുകൂടി എഴുതുകയും ചെയ്യാം. അടുത്ത ദിവസം രോഹിണി നക്ഷത്രത്തിൽ അടുത്തുള്ള സുബ്രഹ്മണ്യന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്രതം പൂർത്തിയാക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, പൂർണ്ണ ഉപവാസമിരിക്കാൻ പ്രയാസമുള്ളവർ പാൽ, പഴം, ഇളനീര് പോലുള്ള ലഘുവായ ഭക്ഷണം മാത്രം സേവിച്ചുകൊണ്ട് രൂക്ഷമായ തീക്ഷ്ണമായ ഭക്ഷണ പദാർത്ഥങ്ങൾ, മത്സ്യമാംസാദികൾ ഒഴിവാക്കിക്കൊണ്ട് വ്രതം അനുഷ്ഠിക്കുക. അതോടൊപ്പം തന്നെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മുടെ വീട്ടിൽ ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ല ഫലങ്ങൾ, പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരും. നിങ്ങൾക്കും ബ്രഹ്മമുഹൂർത്ത ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കൊരു ബ്രഹ്മമുഹൂർത്ത വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ഇതൊരു പെയ്ഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. യൂട്യൂബിൽ ജോയിൻ എന്നുള്ളൊരു ബട്ടൺ കാണും, അതിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അസസ് ടു ബ്രഹ്മമുഹൂർത്ത ഗ്രൂപ്പ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബ്രഹ്മമുഹൂർത്ത വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഇന്ന് ബ്രഹ്മമുഹൂർത്ത ദീപം തെളിയിച്ചിരിക്കുന്നത് വെള്ളത്തിരിയിലാണ്. വെള്ളത്തിരിയിൽ ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ സകല ഐശ്വര്യങ്ങളും വന്നു ചേരും എന്നാണ് വിശ്വാസം. ദീപം തെളിയിച്ചതിന് ശേഷം പച്ചക്കർപ്പൂരമാണ് പൊടിച്ചത് ചേർക്കുന്നത്. പച്ചക്കർപ്പൂരത്തിന് ധനത്തെ ആകർഷിക്കുവാനുള്ള കഴിവുണ്ട്. ഒറിജിനൽ പച്ചക്കർപ്പൂരവും ഈ വരലക്ഷ്മി പൂജയ്ക്ക് സഹസ്രനാമാവലി, അഷ്ടോത്തര സ്തോത്രം തുടങ്ങിയ ലളിതാ സഹസ്രനാമ സ്തോത്രം പുസ്തകവും നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. ഓം ശരവണ ഭവ.